ഹലോ, ഇന്ന് എനിക്ക് കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ദിവസമാണ്. കാരണം കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഇന്ന് നടക്കാൻ വേണ്ടി പോവാണ്. നമ്പർ 1, ഈ ഒരു വീഡിയോ തന്നെ അങ്ങനെ കുറേ ദിവസത്തെ കാര്യമായ ആലോചനകൾക്ക് ശേഷം ഞാൻ അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാണ്. എനിക്ക് കുറേ കൺഫ്യൂഷൻസ് ആയിരുന്നു. എന്ത് കണ്ടന്റ് ഇടും, അതെങ്ങനെ പ്രസന്റ് ചെയ്യും, എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയില്ലല്ലോ, അങ്ങനെയൊക്കെ. ഞാൻ വിചാരിച്ചു സ്റ്റാർട്ട് ചെയ്യാൻ പറ്റണ പോലെയൊക്കെ ഭംഗിയാക്കാൻ നോക്കാമെന്ന്. രണ്ടാമത്തെ കാര്യം, ഇതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളൊരു ചെറിയ ഇന്റർവ്യൂ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഉടമ്പടം സീസൺ 5 ആങ്കർ ആയിരുന്ന ട്വിങ്കിൾ ശീതൾ, ആ ചേച്ചീനെ വെച്ചിട്ട്. അതും ഇതുപോലെ ഫിക്സ് ചെയ്ത ഡേറ്റ് പല പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഫൈനലി നാളെ നമുക്ക് ഇന്റർവ്യൂ ഷൂട്ട് ചെയ്യാം എന്ന് ഫിക്സ് ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചു അപ്പോൾ നമുക്ക് ആ ഇന്റർവ്യൂ ചെയ്യുന്നത് വ്ളോഗ് എടുത്തിട്ട് എൻ്റെ യൂട്യൂബ് ചാനലും സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അത്രേ ഉള്ളൂ. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. സോ ഇത് കാണുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള കുറേ മിസ്റ്റേക്സ് ഉണ്ടായിരിക്കും. ഇതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്തെങ്കിലും ടിപ്സ് തരാനോ അല്ലെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്ലീസ് പറയുക. അതെനിക്ക് വലിയൊരു സപ്പോർട്ടായിരിക്കും. സോ അത്രേ ഉള്ളൂ. ഞാൻ അഞ്ജന. വെൽക്കം ടു സ്റ്റെപ്പ് ആൻഡ് സ്റ്റോറീസ്. അങ്ങനെ രാവിലെ ഒരു 8 മണിയാകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇന്ന് അമ്മയാണ് ആക്കി തരുന്നത്. അമ്മ അന്നഗര വരെ എത്തിക്കുള്ളൂ. അവിടെ നിന്ന് പിന്നെ ഞാൻ ബസ്സിൽ വേണം പോവാൻ. ബസ് സ്റ്റോപ്പിലെത്തി കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ബസ് വന്നു. ഇനി ഇവിടെ നിന്ന് തൃശ്ശൂർക്കാണ് യാത്ര. അന്നഗരയിൽ നിന്ന് ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ തൃശ്ശൂരിലേക്ക് ബസ്സുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1 മണിക്കൂറോളമാണ് തൃശ്ശൂർക്ക് യാത്രയുള്ളത്. ബസ്സിൽ പതിവ് പോലെ നല്ല തിരക്കായിരുന്നു. പക്ഷേ എനിക്ക് സീറ്റ് കിട്ടിയതുകൊണ്ട് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവാണ്. ഇവിടെ എത്തിയാലേ സ്ഥിരം പോണ വഴിയാണെങ്കിലും ഞാനൊന്ന് പുറത്തേക്ക് എത്തിച്ചു നോക്കും. നമ്മൾ ഈ ആനേനെയും എയറോപ്ലെയിനും ഒക്കെ കാണുമ്പോൾ ഒരു കൗതുകല്ലേ, അതേപോലെയാണ് ഈ തേക്കിൻകാടിൻ്റെ ഇടയിൽ കൂടെ വടക്കുന്നാഥൻ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീല്. അങ്ങനെ വടക്കുന്നാഥനെയും കണ്ട് ആകാശപാതയും കടന്ന് ശക്തൻ തമ്പുരാനെ ഒന്ന് വലം വെച്ച് വന്നാലേ ഈ ബസ് നേരെ ശക്തൻ സ്റ്റാൻഡിലേക്ക് കയറും. ഈ ശക്തൻ സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് നിന്നാലാണ് ചിയാരത്തേക്കുള്ള ബസ് കിട്ടുക. ഇന്റർവ്യൂ ഷൂട്ട് ചെയ്യണത് എൻ്റെ കോളേജിൽ തന്നെയാണ്. കാരണം നമ്മുടെ ഗസ്റ്റ് ചേതന കോളേജ് അലുമിനിയാണ്. തൃശ്ശൂരിൽ നിന്ന് ഒരു 15 മിനിറ്റിൽ നമ്മൾ കോളേജ് എത്തും. എനിക്ക് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു 1.5 മാസത്തിന് ശേഷമാണ് കോളേജിലെത്തണത്. ഇതാണ് ചേതന കോളേജ്. ഉള്ളിൽ ചെന്നിട്ട് ഞാൻ ചേതന ഫുള്ളൊന്ന് ഓടിക്കണ്ടിട്ട് വന്നു. കാരണം കുറേ ദിവസത്തിന് ശേഷം വരികയാണ്. ഞാൻ ഇല്ലാത്ത സമയത്ത് ഇവിടെ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് അറിയണ്ടേ. അങ്ങനെ അതിനുശേഷം നമ്മുടെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തു. ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൾ ഭയങ്കര സ്വീറ്റാണ്. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന, ഭയങ്കര സംസാരിക്കുന്ന ഒരാൾ. മോർ ദാൻ ഇൻ്റർവ്യൂ എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. കുറച്ച് നേരം കംഫർട്ടായിരുന്നു സംസാരിക്കാൻ പറ്റി. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ചില സമയത്ത് എനിക്ക് തോന്നും കൃത്യമായിട്ടൊരു പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടാണ് ലൈഫിൽ ഈ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കാത്തതെന്ന്. പക്ഷേ നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ചില കാര്യങ്ങൾ നടക്കാനായിട്ട് അതിന് വിധിക്കപ്പെട്ട ഒരു സമയമുണ്ട്. ആ സമയത്തേ അത് നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, എൻ്റെ കാര്യങ്ങളൊന്നും നടക്കണമല്ലോ എന്ന് വിഷമിക്കേണ്ട. ഒരു ദിവസം എല്ലാം സാധിക്കും.